ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് അതിൽ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പഠിക്കുക. അതേപോലെ തന്നെ അതിൽ തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. 70% തിയറിയും 30% മാത്രമാണ് പ്രോബ്ലം വരുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിലായതുകൊണ്ട് നമുക്ക് തീരെ പഠിച്ചെത്താത്ത ആളുകളുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും തിയറി ഫോക്കസ് ചെയ്താലും മതി. ജയിക്കാനുള്ള മാർക്കൊക്കെ ധാരാളം തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പം 4 പ്രോബ്ലവും 4 തിയറിയോടെ ഉണ്ടായിരിക്കും. പിന്നെ എസ്സേയിൽ മാത്രമാണ് ഒരു തിയറി ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി കൂടുതലായിട്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ജയിക്കാനുള്ള മാർക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ നമ്മുടെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒന്നും കൂടിയിട്ട് അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പോയിന്റുകളൊക്കെ ഒന്ന് നന്നായി പഠിക്കുക. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കാം. കാരണം 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും ഒരുപാട് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന പോയിന്റ് കൂടി മാത്രം ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അപ്പോൾ അതിൽ മെയിനായിട്ട് ചാപ്റ്റർ 1 വരുന്ന കാര്യങ്ങൾ എന്താണ്? കോസ്റ്റിംഗ്. നിർബന്ധമായിട്ടും കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും പഠിച്ചോളുക. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് ഒഴിവാക്കാനില്ല എന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫറൻസ് നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിക്കാം. അതിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ പഠിച്ചോളൂ. അതിൻ്റെ സ്കോപ്പ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എവിടെയൊക്കെയാണ് സാധ്യതകളുള്ളത്, ഏതൊക്കെ മേഖലയിലുണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചോളാം. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് കൺട്രോൾ എന്നുള്ളത് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, കോസ്റ്റ് ഓഡിറ്റ് ചോദിക്കാം. അപ്പോൾ ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ആ സെക്ഷനിലോ സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ചോദിക്കുക ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡിഫറൻസുകൾ ചോദിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 8 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും 5 മാർക്കിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ മാത്രമായിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ നിർബന്ധമായിട്ടും ഒരു കോസ്റ്റിംഗ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ നോക്കുമ്പം അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബാച്ച് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ്സ്, യൂണിറ്റ് കോസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തേ മതിയാവുള്ളൂ. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. ആൻഡ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ഇതിൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താ, നമുക്കൊരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. യൂണിഫോം കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്നുള്ള പോയിന്റുകളൊക്കെ. പിന്നെ ഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റുകളും നോട്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇത് 2 പോയിന്റുകൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ധാരാളം സാധ്യത കൂടുതലുള്ളതാണ്. പിന്നെ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തേത് ഫംഗ്ഷൻ്റെ ബേസിലുള്ളത്, ബിഹേവിയർ, വേരിയബിലിറ്റിയുടെ ബേസിൽ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഈ 3 ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ചിത്രം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ സ്റ്റെപ്പ് കോസ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ എന്തിനാണ് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റ്, അത് പലപ്പോഴും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. നെക്സ്റ്റ് സങ്ക് കോസ്റ്റ് ആണ് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത്. സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഷട്ട് ഡൗൺ, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അഡീഷണൽ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്യുന്നത് ആ ഒരു പ്ലാന്റ് നമ്മൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനം ടെമ്പററിലി നമുക്ക് അടച്ചിടേണ്ടി വരുമ്പം അതുമൂലം ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ ചെയ്തത് കൊണ്ട് വരുന്ന കോസ്റ്റിനെയാണ് പറയുന്നത്. ഓക്കെ, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരുപാട് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുക. നമ്മൾ ബിസിനസ് റൺ ചെയ്യുമ്പോഴോ ഫ്യൂച്ചറിലോ നമ്മുടെ നിന്ന് ക്യാഷ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.
ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും റെക്കോർഡ് ചെയ്യില്ല, പകരം അത് ചിലവ് തന്നെയാണ്. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കോസ്റ്റാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ് ഒക്കെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റാണ്. ഈ കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പാസ്റ്റിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കോസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു കോസ്റ്റ് ഒരിക്കലും റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെസിഷൻ റിവൈസ് ചെയ്യാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ഡെസിഷൻ മേക്കിങ്ങിൽ അത്ര റെലവൻ്റ് അല്ലാത്തൊരു കോസ്റ്റാണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ സാക്രിഫൈസ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അതിനെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോക്കുക. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് യൂണിറ്റ് കണ്ടിട്ടില്ല, പക്ഷേ കോസ്റ്റ് സെൻറ്റർ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കോസ്റ്റ് യൂണിറ്റ് കൂടി പഠിച്ചോളുക. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻഡ്. കോസ്റ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ തന്നെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ടൈം, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. ടൈം, പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി. ഓക്കെ, കോസ്റ്റ് യൂണിറ്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ അതിന് സാധ്യത കൂടുതലാണ്. കാരണം എപ്പോഴും ചോദിച്ചെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ആയിരുന്നു. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോളൂ. 3 ക്വസ്റ്റ്യൻ പേപ്പറിലോളം അത് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെൻറ്ററും അത് ഹെഡ് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും. ആ ഒരു കോസ്റ്റ് സെൻറ്ററിൻ്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആ വ്യക്തിയിലൂടെ ആയിരിക്കും. കാരണം കോസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് ഓർഗനൈസ് ഷുഡ് ബി ഡിവൈഡ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ബ്രാഞ്ചസ് സെക്ഷൻസ്. ഒരു സ്ഥാപനത്തിലെ കോസ്റ്റിനെ, ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്നില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചായിട്ട് സെക്ഷനായിട്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റോ ബ്രാഞ്ചോ സെക്ഷനെ തന്നെയാണ് പറയുന്നത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ഒരു സെക്ഷൻ, ഒരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ഉണ്ടാവുന്ന കോസ്റ്റുകൾ. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊരു കോസ്റ്റ് ആണ്. ഇനി ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റർ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഒന്നും ഒഴിവാക്കാനില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം ഭയങ്കര ചാൻസ് കൂടുതലൊരു ചാപ്റ്ററാണ്. കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ 5 പോയിന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ 5 മാർക്കിന് ഏതെങ്കിലും ഒന്ന് തന്നെ ചോദിക്കാം. 2 മാർക്കിനാണ് ഇതുവരെ കോസ്റ്റ് സെൻറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കോസ്റ്റിൻ്റെ എലമെൻസുകൾ ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയലും ലേബറും എക്സ്പെൻസും, ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ സബായിട്ട് വരുന്ന പോയിന്റാണ് മെറ്റീരിയൽ പറഞ്ഞാൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും, ലേബറും ഡയറക്റ്റും ഇൻഡയറക്റ്റും, എക്സ്പെൻസും ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. മെറ്റീരിയൽ എന്താണ്? നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് ചോദിച്ചത്. അപ്പോൾ എന്തിനാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും നോട്ട് ചെയ്തോളാം. നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നേരിട്ട് വരുന്ന ചിലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. എന്തിനാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചാർജസ് ആണ് ഓവർ ഹെഡുകൾ എന്നറിയപ്പെടുന്നത്. ഇവരൊന്നും ഡയറക്റ്റ് ആയിട്ടല്ല വരുന്നത്. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇൻകർ ചെയ്താണ്. ഓവർ ഹെഡ് എന്ന് പറയുമ്പം അവിടെ എന്താണ്? എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി അലോക്കേറ്റഡ്. കോസ്റ്റ് സെൻറ്ററോ കോസ്റ്റ് യൂണിറ്റോ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓവർ ഹെഡിനെ മാത്രം, ബാക്കിയെല്ലാം ഡയറക്റ്റും ഇൻഡയറക്റ്റും ആണ്. ഓവർ ഹെഡിനെ മാത്രം ഡിവൈഡ് ചെയ്ത് ഫാക്ടറി, ഓഫീസ്, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ 4ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചോളാം. അതിൻ്റെ സ്കോപ്പ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ സാധ്യതകളും, സ്കോപ്പ് 10 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എസ്എ ക്വസ്റ്റ്യൻ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഡിഫറൻസ്, നിർബന്ധമായും ഡിഫറൻസുകൾ ഒന്നും ഒഴിവാക്കാനില്ല. ഇത് ചോദിച്ചതാണ്. കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് 2ാമത്തെ സെക്ഷനിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ കോസ്റ്റ് അക്കൗണ്ടിങ് മാത്രം ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു പോർഷൻ തന്നെയാണത്. ഈ ഡിഫറൻസുകൾ എന്തായാലും പഠിച്ചോളാം. നമുക്ക് ഏത് ചോദ്യം വരികയാണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് നമുക്ക് പ്രധാനമായി നോക്കണം. ഒന്നും ഒഴിവാക്കാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ
മെറ്റീരിയൽ എന്താണ് 2 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻവെൻട്രി. ഇവിടെ തന്നെ മെറ്റീരിയലിന് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെറ്റീരിയൽ കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്തോളുക. പിന്നെ സ്റ്റോക്ക് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടെക്നിക്സ്, മെത്തേഡ്സ്, എങ്ങനെയാണ് ഈ മെറ്റീരിയലിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിൻ്റെ തിയറിയും ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചോളുക. ഇനി അടുത്തൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ABC അനാലിസിസ്. ഒരു തവണ ഇത് ചോദിച്ചു, ഒരു തവണ VED അനാലിസിസ് ചോദിച്ചു. അപ്പോൾ ഇനി ജസ്റ്റ് ഇൻ ടൈമും കൂടി ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ അതിൽ സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് ലെവലിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ മാക്സിമം ലെവൽ, എന്തിനാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെക്ഷൻ Bയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിർബന്ധമായിട്ട് ഇത് പഠിക്കുക. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം ലെവലും മിനിമം ലെവലും റീഓർഡർ ലെവലും ഡേഞ്ചർ ലെവൽ 2 മാർക്സിന് തിയറി ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ലെവൽസ് നിർബന്ധമായിട്ടും പഠിക്കുക. അതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട. കാരണം 2 മാർക്കിനോ 5 മാർക്കിനോ ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇക്വേഷൻ പഠിക്കേണ്ടത്. EOQ കാണണമെങ്കിലുള്ള പ്രോബ്ലം ആണ് ചോദിക്കുന്നതെങ്കിൽ √2 എന്നുള്ളതാണ് പറയുന്നത്. C എന്ന് പറയുന്നത് 2 × C എന്ന് പറയുന്നത് കൺസംഷനാണ്. O എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്യാൻ വരുന്ന കോസ്റ്റ്. I എന്ന് പറയുന്നത് അതിൻ്റെ ആനുവൽ ക്യാരിയിങ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും EOQൻ്റെ തിയറി പഠിക്കുക, ഒപ്പം തന്നെ ഒരു പ്രോബ്ലം നോക്കുക. നെക്സ്റ്റ് essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് LIFO ആൻഡ് FIFO മെത്തേഡ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ LIFO മെത്തേഡ് അല്ലെങ്കിൽ FIFO മെത്തേഡ് എന്തായാലും പഠിച്ചോളാം. ഇതിൻ്റെ പ്രോബ്ലം നിർബന്ധമായിട്ട് പഠിക്കണേ. FIFO മെത്തേഡും LIFO മെത്തേഡും, ആ 2 മെത്തേഡ് പഠിക്കാം. പിന്നെ ആ മെത്തേഡിൻ്റെ തന്നെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, LIFO മെത്തേഡ്. അപ്പോൾ ഈ 2 മെത്തേഡുകളും നോട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഒരു പ്രോബ്ലം നിങ്ങൾ പഠിച്ചിട്ടേ പോവാവുള്ളൂ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലൊക്കെ തിയറിക്ക് ചാൻസ് കൂടുതലുണ്ട്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത്, പ്രോബ്ലം ടഫാണ് എന്ന് തോന്നുന്ന ആൾക്കാർ അതിനുവേണ്ടി സമയം കളയണ്ട. നിങ്ങൾ തിയറി മാത്രം പഠിച്ചാൽ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ 4-5 ലെവലുകൾ, മിനിമം ഓർഡർ, മാക്സിമം, റീഓർഡർ, ഡേഞ്ചർ ലെവൽ, ഇത് കണ്ടുപിടിക്കാനും തിയറിയും പഠിക്കുക. അതിൻ്റെ EOQ തിയറി പഠിക്കുക, EOQൻ്റെ പ്രോബ്ലം ഒന്ന് പഠിക്കുക, LIFO മെത്തേഡും FIFO മെത്തേഡും പഠിക്കുക. ഇതെങ്കിലും മെയിനായിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന കാര്യം ലേബറാണ്. ഇതിൽ ലേബർ എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ പഠിച്ചോളുക നിർബന്ധമായിട്ടും. കാരണം സെക്ഷൻ Aയിൽ 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്താ ചോദിച്ച് സെക്ഷൻ Bയിൽ വരാം. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ടൈം വേജ് സിസ്റ്റം. ഇതിലത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ചോദിച്ചിട്ടുണ്ട്. ടൈം വേജ് സിസ്റ്റം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? ടൈം വേജ് സിസ്റ്റത്തിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചോളുക. കാരണം 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്ന ഹാൽസീസ് പ്ലാൻ മെത്തേഡാണ്. ഒരു തിയറി ആയിട്ടാണ് ടൈം വേജ് ചോദിച്ചത്. അപ്പോൾ ടൈം വേജ് നിർബന്ധമായി പഠിക്കുക. പീസ് വേജ് എന്താണെന്നുള്ളത് നോക്കുക. അത് രണ്ടും, ടൈമും വേജും ഈ ഡിഫറൻസ് പഠിച്ചാൽ അതിന് നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കുക. പ്രോബ്ലം ചോദിച്ചത് മൊത്തം ഹാൽസി പ്ലാൻ ആയിരുന്നു 2 ക്വസ്റ്റ്യൻ പേപ്പറിലും. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അത് പഠിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൈം റേറ്റും പീസ് റേറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോബ്ലം പഠിക്കുക, അതിൻ്റെ തിയറി പഠിക്കുക. ഓക്കെ. ചാപ്റ്റർ 4ലേക്ക് വരുമ്പം ഓവർഹെഡ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓവർഹെഡ് എന്താണെന്നുള്ളത് ഇത് നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ.
ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി പഠിക്കേണ്ടത് അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്? അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ചാർജ് ചെയ്യുക, അതാണ് അലോക്കേഷൻ. അപ്പോർഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചിലവ് വരികയാണെങ്കിൽ അത് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ട് നമ്മൾ അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വീതിച്ചു കൊടുക്കുക, അതിനാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും. ഇത് പഠിച്ചോളൂ. കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെൻറ്റും എന്താണെന്നും അതിൻ്റെ സ്റ്റേജസ് രണ്ടെണ്ണം, പ്രൈമറിയും സെക്കൻഡറിയും വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്, എങ്ങനെയാണ് കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അത് മാത്രമാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടുള്ളൂ. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് അബ്സോർപ്ഷൻ. നോട്ട് ചെയ്തോളാം, അബ്സോർപ്ഷൻ എന്താണ്. അപ്പോൾ ഇവിടെ അപ്പോർഷൻമെൻറ്റും അബ്സോർപ്ഷനും, അപ്പോൾ 2 മാർക്കിനും ചോദിക്കാം, ഡിഫറൻസും ചോദിക്കാം. പിന്നെ അപ്പോർഷൻമെൻറ്റിൻ്റെ ഇതൊന്നും അങ്ങനെ പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മെഷർ അവർ റേറ്റ് മെത്തേഡ് എന്താണെന്നുള്ളത്. അപ്പോൾ മെഷർ അവർ റേറ്റ് എന്ന് പറയുന്നത് ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്യാം. അതാ മെഷർ അവർ റേറ്റ്. എന്തിനാണ് മെഷർ അവർ റേറ്റ് എന്ന് പറയുന്നത്? ആ പേര് തന്നെ അറിയാം, ഒരു മണിക്കൂറിൽ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മുടെ മെഷീൻ എത്രത്തോളം വർക്ക് ചെയ്തു എന്നതിൻ്റെ കണക്ക് തന്നെയാണത്. മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു മെഷീൻ റൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വരുന്ന ചിലവ്, അതാണ് മെഷീൻ അവർ റേറ്റ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈപ്സും അഡ്വാൻറ്റേജും പഠിച്ചോളുക. പിന്നെ മെഷീൻ അവർ റേറ്റ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, അതിൻ്റെ തിയറിയും പഠിച്ചോളുക, ഒരു പ്രോബ്ലം അവിടെ നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിനായിട്ട് മെഷീൻ അവർ റേറ്റ് നോക്കുക, അതേപോലെ തന്നെ ആ അപ്പോർഷൻമെൻറ്റും അലോക്കേഷനും ഒക്കെ എന്താണെന്നുള്ളത് നോക്കുക. അതാണ് നിങ്ങൾക്ക് ഈ ഒരു 3rd ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ളത്, 3rd അല്ല 4th ചാപ്റ്ററിൽ. ഇനി 5th ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ഷീറ്റ് എസ് എ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ, 2-3 എണ്ണത്തിൽ ഒരുപോലെ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്സിന് എന്താണ് കോസ്റ്റ് ഷീറ്റ് പഠിച്ചോളുക. കോസ്റ്റ് ഷീറ്റ് ഒബ്ജക്റ്റീവ്സ് അത് രണ്ടും പഠിക്കുക അവിടെ. പിന്നെ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് അവിടെ നോക്കുക. ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും കൂട്ടുമ്പോൾ തന്നെ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടുമ്പോൾ ഫാക്ടറി കോസ്റ്റ് ആയി. അതിനോട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി. അതിനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റും വന്നു. ഇത് നിർബന്ധമായിട്ടും ഈ പ്രോബ്ലം പഠിക്കുക, കോസ്റ്റ് ഷീറ്റ് മെത്തേഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രാപ്പ്. 2 മാർക്സിനൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തിനാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില മെറ്റീരിയലെങ്കിലും കുറച്ച് വേസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു വേസ്റ്റ് ആയത് എല്ലാവരുടെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, അതിനെ വിറ്റിട്ട് ചെറിയൊരു തുക അതിൽ നിന്ന് നമുക്ക് കിട്ടും. വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വീട്ടിലൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് നമ്മൾ കൊടുക്കുമ്പം അതിന് ചെറിയൊരു തുകയ്ക്ക് നമുക്ക് കിട്ടുന്നില്ല. ഇതിനെ തന്നെ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്താണ് സ്ക്രാപ്പ് എന്ന്. ഇനി നെക്സ്റ്റ് പഠിച്ച കോസ്റ്റ് ഷീറ്റ്. എവിടെയൊക്കെ ഡിഫറൻസ് ഉണ്ടോ അത് ഒഴിവാക്കരുത്. കോസ്റ്റ് ഷീറ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അക്കൗണ്ടും ഡിഫറൻസുകൾ നോക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ അത്ര കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. കോസ്റ്റ് ഷീറ്റ് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് ആകെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. ഓവർ ഹെഡിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും സ്ക്രാപ്പും കോസ്റ്റ് ഷീറ്റ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കാനുള്ളൂ. ഓക്കെ, ഇനി ജോബ് കോസ്റ്റിംഗിലേക്ക് വരുമ്പം 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായി നോക്കുക. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്. പ്രൊസീജിയർ 8 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സെക്ഷൻ BO CO ആയിട്ട് ചോദിക്കാം. ആ തിയറി പഠിക്കുക. ജോബ് കോസ്റ്റ് ഷീറ്റ് എന്താണെന്നുള്ളത് ഒന്ന് പഠിക്കാം. ഓക്കെ, അതിൽ അത്രേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. കോസ്റ്റ് ഷീറ്റാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോബ് കോസ്റ്റ് ഷീറ്റൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പം പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്?
കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ, മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് അത് പഠിക്കുക. ഈ ഡിഫറൻസ് പഠിക്കുക. ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ഓക്കെ. പ്രോസസ് അക്കൗണ്ട് അതിലൊരു മെത്തേഡ് എന്തായാലും പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്താണെന്നുള്ളത്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും പഠിക്കാം. അബ്നോർമൽ പ്രോസസ് ലോസ്. അബ്നോർമൽ പ്രോസസ് ലോസ് എന്താണെന്ന് പഠിക്കുക. കാരണം 2 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഡിഫറൻസ് എന്തായാലും പഠിച്ചു പോവുക. 2 മാർക്കിന് ഉറപ്പായിട്ടും ഈ ഒരു പോർഷന് ഒന്നില്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ചോദിക്കാം, അബ്നോർമൽ ലോസും ചോദിക്കാം. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കുക. ഒരു പ്രോസസ് അക്കൗണ്ട് പഠിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു തിയറി പാർട്ടും ഒന്ന് നോക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത അതിലേക്ക് പോകുമ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിലെ പറഞ്ഞു. മീനിങ് ആൻഡ് ഡെഫിനേഷൻ പഠിച്ചോളാം. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, അസംഷൻസ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് എസ്സേറ്റ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. മാർജിനൽ കോസ്റ്റിംഗ്, അസംഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, CVP അനാലിസിസ് കേട്ടോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ, PV റേഷ്യോ. ഇവിടെ നിന്ന് നമുക്ക് മെയിനായിട്ട് CVP അനാലിസിസ് എന്താ 2 മാർക്സിനും ചോദിക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സിൽ മാർജിനൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, PV റേഷ്യോ, ബ്രേക്ക് ഈവൻ ചാർട്ട്, ആംഗിൾ ഓഫ്, ഈ 7 പോയിൻറ്റും നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ഇതിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ റിപ്പീറ്റ് ചെയ്തത്. ബ്രേക്ക് ഈവൻ ചാർട്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി, PV റേഷ്യോ, ഈ 3-4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക. മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ പഠിക്കുക. കോൺട്രിബ്യൂഷൻ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. എന്തിനാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ അനാലിസിസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇതിൻ്റെയൊക്കെ അസംഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ബ്രേക്ക് ഈവൻ പോയിന്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ. കാൽക്കുലേഷൻ ഇത് എന്തായാലും പഠിക്കുക കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ തിയറിയും പഠിക്കുക, കാൽക്കുലേഷനും പഠിക്കുക. ഓക്കെ. ഫിക്സഡ് എക്സ്പെൻസ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് പ്രോബ്ലം പഠിക്കുക. എന്തായാലും 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സെക്ഷൻ ബിയിലേക്ക് ഒരു പ്രോബ്ലത്തോടു കൂടി ചോദിക്കാം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. PV റേഷ്യോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ പ്രാധാന്യം വളരെയധികം ഉള്ളതാണ്. ഇനി അതിൽ ആ 2 ചെറിയ പോയിന്റ്സുകൾ മാത്രം, നിങ്ങൾ വല്ലാതെ അതിനുവേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഓക്കെ. ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് എന്തായാലും നോട്ട് ചെയ്യുക. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചോദിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മാർജിനൽ കോസ്റ്റിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു ചാപ്റ്ററാണ്. എന്താണ് ബഡ്ജറ്റ്? നിർബന്ധമായിട്ടും പഠിക്കുക. ബഡ്ജറ്റും ബഡ്ജറ്റിങ്ങും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന് ബഡ്ജറ്റ് എന്താണെന്ന്, ഒന്ന് ബഡ്ജറ്റിങ് എന്താണെന്ന്, പിന്നെ ഒന്ന് ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്നുള്ളത്. ഇനി ഇവിടുന്ന് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചോദിച്ചു ഒരു പ്രാവശ്യം മാസ്റ്റർ ബഡ്ജറ്റ് ചോദിച്ചു, പിന്നെ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റിൻ്റെ തിയറി നന്നായിട്ട് പഠിക്കുക. ബഡ്ജറ്റും ബഡ്ജറ്ററി കൺട്രോളും ബഡ്ജറ്റിങ്ങും ഈ 3 ഒന്ന് പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്തോളുക. ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്, എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത, ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജസും. ഇതാണ് ആ ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഒരു പ്രാവശ്യം ചോദിച്ച ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആയിരുന്നു. ഈ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ആവശ്യാനുസരണം എന്ത് കൊണ്ടുവരാം, മാറ്റങ്ങൾ കൊണ്ടുവരാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഫീച്ചർ, അഡ്വാൻറ്റേജ്, അതിൻ്റെ സ്റ്റെപ്സ് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന തിയറിയും ഉറപ്പായിട്ടും ബഡ്ജറ്റിംഗ് പഠിച്ചേ മതിയാവുള്ളൂ. അതിൽ 3 തരത്തിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം.
പിന്നെ ഈ ഡിഫറൻസ് പഠിച്ചോളാം, ഫ്ലെക്സിബിളും ഫിക്സഡും തമ്മിലുള്ളത്. ക്യാഷ് ബഡ്ജറ്റ്. അപ്പോൾ അതിലാകെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഫിക്സഡ് ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്. ഈ 3 ബഡ്ജറ്റുകൾ, അതിൻ്റെ തിയറി ഇത്രയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു പ്രോബ്ലം ഷുവറാണ്. ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോബ്ലത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം, അതായത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ പോലും ജയിക്കാനുള്ള മാർക്ക് ധാരാളമായിട്ട് കിട്ടും, ഉറപ്പ് പറയണു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് തിയറിയാണ്. രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നാലും 4 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അപ്പോൾ 4 ക്വസ്റ്റ്യൻ തിയറിയും 4 ക്വസ്റ്റ്യൻ പ്രോബ്ലമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ 4 ക്വസ്റ്റ്യനും തിയറി അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസ് അല്ലേ അതിൽ തന്നെ പറ്റാവുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എസ് ആണ് ഒരു കുറച്ച് പ്രശ്നം വരിക, കാരണം അതിൽ ഒരു തിയറിയെ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തിയറി 10 മാർക്കിനാണെങ്കിലും അവിടെ അത് സ്കോർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 30-40 മാർക്ക് ചെറിയ രീതിയിൽ തന്നെ പഠിച്ചാൽ നേടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ആ രീതിയിൽ തന്നെ അത് ഫോക്കസ് ചെയ്തൊന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബാങ്കിങ് എക്സാം ഒക്കെ വളരെ ഈസി. നമ്മൾ റിപ്പീറ്റഡ് ആണ്. ഇപ്പോൾ ഈ 2 എക്സാം കഴിഞ്ഞപ്പോഴും റിപ്പീറ്റേഷൻ ഒരുപാട് കണ്ടു. അതിനോട് തൊട്ടടുത്ത പോയിന്റുകൾ തന്നെ ചോദിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം കോസ്റ്റിങ്ങിലാണെങ്കിലും ഓരോ ചാപ്റ്ററിനും ഇതേ വരുള്ളൂ, അല്ലെങ്കിൽ ഇത്രയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ഓടിച്ച് പഠിക്കുക. അത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന തിയറീസ് നിർബന്ധമായിട്ടും പഠിക്കുക. പ്രോബ്ലംസ് അറിയുന്നത് മാത്രം ഒന്ന് സമയം കളഞ്ഞാൽ മതി. ലാസ്റ്റ് മൊമെൻറ്റിൽ അതിന് വേണ്ടിയിട്ട് ടൈം കളയണ്ട. ഓക്കെ. താങ്ക് യു.